ഹായ് ഫ്രണ്ട്സ്, ആരോൺ ഡോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 5ാമത്തെ കളിയും പരാജയപ്പെട്ടിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പിഴയ്ക്കുന്നത്? ഒരു പിടുത്തവുമില്ല. ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടപ്പോൾ 3-1 എന്ന സ്കോറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത്. ഈ തോൽവിയുടെ പ്രധാന കാരണം, കഴിഞ്ഞ 5 കളിയും കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റ് പരമായ പ്രശ്നങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും പിന്നെ നല്ല കളിക്കാരെ നിലനിർത്താൻ സാധിക്കുന്നില്ല. ബിക്കോസ് അഡ്രിയാൻ ലൂണ, നോവ സദോയി, രാഹുൽ KP, സഹൽ അബ്ദുൾ സമദ് തുടങ്ങിയ നിരവധി കളിക്കാരെ വിട്ടുകളയുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പരമായ പ്രശ്നങ്ങളാണ് ഈ തോൽവിക്ക് പിന്നിലെ പ്രധാന കാരണം. ഇന്നാണ് മത്സരത്തിൻ്റെ 10ാമത്തെ മിനിറ്റിൽ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കൺസീഡ് ചെയ്യുന്നത്. പിന്നെ ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഫാലു എൻഡിയാഹോയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആശ്വാസ ഗോൾ നേടുന്നത്. ഉമർ ബായുടെ പകരക്കാരനായിട്ടാണ് ഫാലു ഡിയായ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡറിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സീസണായിട്ട് എനിക്ക് തോന്നുന്നത് 2021-22 സീസണാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത്. കാരണം അന്ന് ഇവാൻ ആശാൻ്റെ കീഴിലുള്ള ആ സീസൺ എങ്ങനെയാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മറക്കുന്നത്? 2022 സീസൺ, അന്ന് ഈ അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കേസ് തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഫൈനലിൽ തോൽക്കാനായിരുന്നു വിധി. ആ കിരീടം എങ്ങനെയൊക്കെയോ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അകന്നുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവർ ആരോൺ ഡോഗ്സ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഇറ്റ്സ് മീ ആരോൺ ഡോഗ്സ് സൈനിങ് ഓഫ്. With love and a lot of respect. Thank you.